നമ്മുടെ ഈ വടക്കൻ കേരളത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചത്. കാരണം ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല, വെറും ഒരാഴ്ച മാത്രമേ ഉള്ളൂ കേരളം വിധി എഴുതാൻ. അപ്പോൾ വടക്കൻ കേരളത്തിന്റെ ഇന്നത്തെ ദിവസത്തെ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ വടക്കൻ കേരളത്തിൽ പ്രചാരണം ഊർജിതമാവുകയാണ്. വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലാണ് മുന്നണികളെല്ലാം ഉള്ളത്. LDFും UDFും നേരിട്ട് മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ് മഹാഭൂരിപക്ഷവും. ആ മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ്. രാവിലെ ഇന്ന് പെസഹ വ്യാഴമാണ്. പള്ളികൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചാരണം രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാം റൗണ്ട് മണ്ഡല പര്യടനത്തിലേക്ക് കടക്കുകയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥികൾ. എല്ലാ മണ്ഡലങ്ങളിലും ഇതിനകം തന്നെ രണ്ട് റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കി കഴിഞ്ഞു. വാഹന പര്യടനം മൂന്നാം റൗണ്ടിലേക്ക് കടക്കുന്നു. ഇനി കൊട്ടിക്കലാശത്തോടു കൂടിയായിരിക്കും പ്രചാരണത്തിൻ്റെ സമാപനം ഉണ്ടാവുക. എന്തായാലും ഇന്നു മുതൽ അടുത്ത 3-4 ദിവസം കൂടി ശക്തമായ മണ്ഡല പര്യടനത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഉള്ളത്. LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികളുള്ളത്. ഇന്ന് കോഴിക്കോട് ജില്ലയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം. LDF പ്രവർത്തകർക്ക് അല്ലെങ്കിൽ LDF ക്യാമ്പിന് വലിയ ആവേശം പകർന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട്ടേക്ക് എത്തുന്നത്. കോഴിക്കോട് രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ LDFിൻ്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷം 11 മണിക്ക് ബേപ്പൂർ മണ്ഡലത്തിലാണ് മുഖ്യമന്ത്രി ആദ്യം പ്രചാരണത്തിനെത്തുക. ബേപ്പൂരിലെ LDF സ്ഥാനാർത്ഥി PM മുഹമ്മദ് റിയാസിന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഫറൂഖ് കുണ്ടായിത്തോടാണ് LDFിൻ്റെ മണ്ഡലം റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. 11 മണിക്ക് നടക്കുന്ന LDF റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. RJDയുടെ വർക്കിംഗ് പ്രസിഡന്റും അതേപോലെ തന്നെ ബീഹാർ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ്, അതേപോലെ RJDയുടെ സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയംസ് കുമാർ അടക്കമുള്ള LDF നേതാക്കൾ ഈ റാലിയിൽ സംസാരിക്കുകയും ചെയ്യും. ഉച്ച കഴിഞ്ഞ് 3 മണ്ഡലം റാലികളിൽ കൂടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഉച്ചകഴിഞ്ഞ് 4 മണിക്കാണ് കുന്നമംഗലം LDF റാലി. അത് കുന്നമംഗലത്ത് തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. PT റഹീം LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PT റഹീമിന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് കുന്നമംഗലത്തെ LDF റാലിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുക. പിന്നീട് 5 മണിക്ക് കോഴിക്കോട് കടപ്പുറത്താണ് LDFിൻ്റെ റാലി. കോഴിക്കോട് നോർത്ത് സൗത്ത് മണ്ഡലങ്ങൾ സംയുക്തമായാണ് ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥികളായ തോട്ടത്തിൽ രവീന്ദ്രൻ കോഴിക്കോട് നോർത്തിലും അതേപോലെ തന്നെ അഹമ്മദ് ദേവർ കോവിൽ കോഴിക്കോട് സൗത്തിലും മത്സരിക്കുന്നു. ഈ 2 സ്ഥാനാർത്ഥികൾക്കും വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന LDF റാലി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. അത് കഴിഞ്ഞ് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് പുറമേരിയിൽ നടക്കുന്ന LDF റാലിയിൽ കൂടി മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പങ്കെടുക്കുന്നുണ്ട്. പുറമേരി റാലി നാദാപുരം, കുറ്റ്യാടി മണ്ഡലങ്ങളിലെ മണ്ഡലം റാലികൾ സംയുക്തമായാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. നാദാപുരത്ത് CPI നേതാവ് P വസന്തവും കുറ്റ്യാടിയിൽ CPIഎമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി LDF സ്ഥാനാർത്ഥി KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്ററുമാണ് മത്സരിക്കുന്നത്. ഇത്തരത്തിൽ 6 മണ്ഡലങ്ങളിലെ റാലികൾ 2 സംയുക്ത റാലിയാണ്. അതേപോലെ തന്നെ ബേപ്പൂരും അതേപോലെ കുന്നമംഗലവും അതത് മണ്ഡലം റാലികളാണ്. മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റ് LDF നേതാക്കളും ഈ റാലികൾ സംസാരിക്കും. എന്തായാലും വലിയ ആവേശം പകർന്നുകൊണ്ട് തന്നെയാണ് മറ്റു ജില്ലകളിൽ മുഖ്യമന്ത്രിയുടെ റാലികൾ ഇതിനകം തന്നെ പൂർത്തിയായത്. ആ നിലയിൽ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് കോഴിക്കോട് ജില്ലയും മുഖ്യമന്ത്രിയുടെ റാലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് LDFിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ കോഴിക്കോട്ടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. സിന്ധൂരി. ശരി, ലതീഷ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിൻ്റെ ഏറ്റവും ആവേശത്തിലാണ്. ഇന്ന് മുഖ്യമന്ത്രിയും കൂടി അവിടെ എത്തുമ്പോൾ ആ ആവേശം ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടികളുടെ വിശദാംശങ്ങളും ഒപ്പം വടക്കൻ കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രവുമാണ് ലതീഷ് പങ്കുവച്ചത്.